ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ക്ലെൻസർ എങ്ങനെയാണ് നമുക്ക് കടയിൽ നിന്ന് തിരഞ്ഞെടുക്കാമെന്നും അതിലെന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നതെന്നും അത് ഏതൊക്കെ സ്കിന്നിനാണ് ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്ലെൻസറാണ് ആവശ്യമെന്നുള്ളതെന്ന് കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ പലർക്കും അറിയാമായിരിക്കും, എന്നാലും കുറേ പേർക്കൊക്കെ അറിഞ്ഞുകൂടാതിരിക്കും എങ്ങനെയാണ് ഒരു ക്ലെൻസർ വാങ്ങണമെന്ന്. അതായത് എങ്ങനെ വാങ്ങുന്നു എന്ന് വെച്ചാൽ കടയിൽ പോയി വാങ്ങുന്നതല്ല, ആ കടയിൽ പോയി വാങ്ങുമ്പോൾ എന്തെല്ലാമാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളതെന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ക്ലെൻസർ വാങ്ങുന്നതിന് മുമ്പേ നമുക്ക് ഒരു കാര്യം നമ്മൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. നമ്മുടെ സ്കിൻ ടൈപ്പ് എന്താണ്, നമ്മുടെ സ്കിന്നിൽ എന്തെല്ലാം ആണ് അതിൻ്റെ നമ്മുടെ സ്കിൻ കൺസേൺ അല്ലെങ്കിൽ സ്കിന്നിൽ എന്തെല്ലാമാണ് നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതാണോ നമ്മൾ വാങ്ങുന്നത്, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. നോർമലി നമുക്ക് പ്രായമുള്ളവർക്കൊക്കെ ആണെങ്കിൽ അത് ഡ്രൈ തന്നെ ആയിരിക്കും. കാരണം ചെറുപ്പത്തിൽ ഓയിലി ആണെങ്കിൽ പോലും കാലം കഴിയും തോറും നമ്മുടെ ബോഡിയിലുള്ള ഓയിൽസ് എല്ലാം കുറഞ്ഞ് നാച്ചുറൽ ഓയിൽസ് എല്ലാം കുറഞ്ഞിട്ട് ഒരു 40 വയസ്സിന് ശേഷമൊക്കെ അത് ഡ്രൈ ആയിരിക്കും. ചെറുപ്പത്തിൽ ഡ്രൈ ഉള്ളവരാണെങ്കിൽ അത് ഭയങ്കര എക്സ്ട്രീം ഡ്രൈ ആയിട്ട് മാറും. അപ്പം നമ്മുടെ പ്രായക്കാർക്കെല്ലാം മിക്കവർക്കും ഡ്രൈ സ്കിൻ തന്നെ ആയിരിക്കും. അപ്പം അത് നിങ്ങളുടെ മനസ്സിൽ വേണം. ഇനി ചെറുപ്പക്കാരായ നിങ്ങളാണെങ്കിൽ 4 ടൈപ്പ് ഓഫ് സ്കിന്നാണുള്ളത്: ഓയിലി, ഡ്രൈ, കോമ്പിനേഷൻ, നോർമൽ. അപ്പോൾ എങ്ങനെയാണ് ഒരു സ്കിൻ നിങ്ങളുടേത് ഏത് ടൈപ്പ് ഓഫ് സ്കിന്നെന്ന് അറിയുന്നത്? അപ്പോൾ രാവിലെ ഇപ്പോൾ രാവിലെ ഉറക്കം എണീക്കുമ്പോൾ നമ്മൾ രാത്രിയിലൊക്കെ ചിലപ്പോൾ നല്ല മോയ്സ്ചറൈസറൊക്കെ ഇട്ടുകൊണ്ടായിരിക്കാം കിടക്കുന്നത്. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ ഒരുവിധം നല്ല മോയ്സ്ചർ ലെവലൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ എന്തായാലും അത് ഡ്രൈ ആയിരിക്കും. അതേസമയം രാത്രിയിൽ നല്ല എക്സ്ട്രീം ഡ്രൈ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ഇട്ടിട്ട് രാവിലെ എണീക്കുമ്പോഴും നല്ല മിനുസമായിട്ടും നല്ല ഓയിൽ കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് ഓയിലി ആയിരിക്കും. പിന്നെ ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ സ്കിന്ന് നല്ല വറണ്ടിരിക്കും. പിന്നെ മോസ്റ്റ്ലി ഡ്രൈ സ്കിൻ ഉള്ളവർക്കാണെങ്കിൽ സെൻസിറ്റീവും ആയിരിക്കും. കാരണം ഓയിലി സ്കിൻ ഉള്ളവർക്ക് അത്ര വലിയ സെൻസിറ്റീവ് എന്ന് പറയാൻ അവരുടെ മുഖക്കുരുവാണ് സെൻസിറ്റീവ് എന്ന് പറയുന്നത്. ആക്നെ പ്രോൺ സ്കിൻ ആയിരിക്കും. പിന്നെ കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയുമ്പോഴത്തേക്ക് അത് നമ്മൾ രണ്ടും കൂടെ ചേർന്നതാണ്. ഓയിലി ആകാം, ഡ്രൈയും ആകാം. അതായത് ഈ ഭാഗത്ത് നമുക്ക് ചിലപ്പോൾ ഓയിലി ആണെങ്കിൽ ഈ ഭാഗത്ത് ഡ്രൈ ആയിരിക്കും. അങ്ങനെയുള്ളവരെയാണ് കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയുന്നത്. ഇനി നോർമൽ സ്കിൻ ഉള്ളവരെന്ന് പറഞ്ഞാൽ ഇത് ഒന്നിലും പെടാതെ എല്ലാം ഒരുവിധം ബാലൻസ്ഡ് ആയിട്ട് പോകുന്നതാണ് നോർമൽ സ്കിൻ എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ക്ലൈമറ്റും നമ്മുടെ അന്തരീക്ഷത്തിലെ പൊടിയും എല്ലാം നമ്മുടെ മേക്കപ്പും എല്ലാം കൊണ്ടും നോർമൽ സ്കിൻ ഉള്ളവർ വളരെ ചുരുക്കമാണ്. കുറച്ച് പേർക്കൊക്കെ ഉണ്ട്, എന്നാലും ചുരുക്കമാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉള്ളിൽ വെച്ചിട്ട് വേണം നിങ്ങൾ പോയി ഒരു ക്ലെൻസർ ചൂസ് ചെയ്യാനായിട്ട്. ഇനി സ്കിൻ ടൈപ്പ് ഏതെന്ന് അറിയാനായിട്ട് നിങ്ങൾക്ക് ഇതിലും എളുപ്പമുള്ളൊരു മാർഗ്ഗമുണ്ട്. രാവിലെ നമ്മൾ ഉറക്കം എണീച്ചുണ്ടെങ്കിൽ ജെന്റിലായിട്ടുള്ള ഒരു ഫേസ് വാഷ് ക്ലെൻസറോ വെച്ച് നമ്മൾ മുഖം നന്നായി കഴുകുക. എന്നിട്ട് നമ്മൾ ടവൽ ഡ്രൈ അല്ലെങ്കിൽ ഉണക്കി കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ നമ്മുടെ മുഖത്ത് ഒന്നും ഇടാതെ ഫാനോ AC ഒന്നും ഇടാതെ നമ്മൾ ഇരുന്നതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് നൂത്തിട്ട് നമ്മൾ സ്കിന്നിലോട്ട് ഇങ്ങനെ അമർത്തി വെക്കുമ്പം അതിൽ എണ്ണമയം വരുന്നുണ്ടോ, ഏത് ഭാഗത്താണ് ആ ടിഷ്യൂ പേപ്പറിൽ എണ്ണമയം വന്നെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി എണ്ണമയം ഒന്നുമില്ല, മോയ്സ്ചർ കണ്ടന്റ് ഒന്നുമില്ല എങ്കിൽ അത് ഡ്രൈ. ഇനി മുഴുവൻ അതിൽ എണ്ണമയം പോലെ ആ ടിഷ്യൂയിൽ ഇരിക്കുകയാണെങ്കിൽ അത് ഓയിലി. അല്ല, കോമ്പിനേഷൻ സ്കിൻ ആകുമ്പോൾ ചില ഭാഗത്ത് ഓയിലി ആയിരിക്കും, ചില ഭാഗത്ത് ഡ്രൈ ആയിരിക്കും. നല്ല അമർത്തി പിടിച്ചിട്ട് ആ ടിഷ്യൂ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അങ്ങനെ പല ഭാഗത്തും പല രീതിയിൽ എണ്ണമയവും അല്ല നല്ല ടിഷ്യൂ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അത് കോമ്പിനേഷൻ സ്കിൻ. ഇതാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു മാർഗം. പിന്നെ ഇതിനെല്ലാം ഉപരി തന്നെ നമ്മളെ വെതർ കണ്ടീഷൻസ് ഉണ്ട്. അന്തരീക്ഷത്തിൽ തണുപ്പ് കൂടുമ്പോൾ നമ്മുടെ സ്കിൻ ഡ്രൈ ആവും, ചൂട് കൂടുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിൻ ഓയിലി ആകും. പിന്നെ ചെറുപ്പക്കാരായ കുട്ടികൾക്കാണെങ്കിൽ മെൻസസ് ആകുന്നതിന് മുമ്പേ, പീരിയഡ്സ് ആകുന്നതിന് മുമ്പേ 2 ആഴ്ച ഭയങ്കര ഓയിലി ആയിരിക്കും. ഓയിൽ സ്കിൻ ഉള്ളവർക്കാണെങ്കിൽ കൂടുതൽ ഓയിലി ആയിരിക്കും. ഡ്രൈ സ്കിൻ ആണെങ്കിൽ പോലും കുറച്ചൊരു ഓയിൽ കണ്ടന്റ് അവർക്ക് വരും. പിന്നെ പ്രായമുള്ളവർക്ക് പൊതുവേ ഡ്രൈ ആയിരിക്കും. പിന്നെ മെനോപോസ് വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് സ്കിന്ന് ഡ്രൈ ആകും. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലിരിക്കണം. നിങ്ങൾ പിന്നീട് ക്ലൈമറ്റും എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സും എല്ലാം നോക്കിയിട്ട് വേണം ഒരു ക്ലെൻസറും അല്ലെ ഏത് പ്രോഡക്റ്റ് ആയാലും ചൂസ് ചെയ്യാനായിട്ട്. ഇപ്പം 2-3 പ്രോഡക്റ്റ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ പോലും അത് പ്രയോജനം ചെയ്യും. നമ്മുടെ പല ക്ലൈമറ്റിനും നമ്മൾ ട്രാവൽ ചെയ്യുന്ന പല സ്ഥലങ്ങളുടെ പ്രത്യേകത കൊണ്ടും എല്ലാം നമുക്ക് ഈ പ്രോഡക്റ്റ് ഉപയോഗം വരും. അല്ല, നമ്മുടെ സ്കിന്ന് ഒരിക്കലും എന്നും ഒരേപോലെ ആയിരിക്കില്ല. കാരണം ഇതെല്ലാം കൂടെ ചേർന്നാണ് നമ്മുടെ സ്കിന്നിന് ഏത് ടൈപ്പ് എന്നുള്ളത് മനസ്സിലാക്കാറുള്ളത്. ഇപ്പം ചില തണുത്ത സ്ഥലങ്ങളിലാണെങ്കിൽ നമ്മുടെ സ്കിന്ന് ഡ്രൈ തന്നെ ആയിരിക്കും. ചൂടുള്ള സ്ഥലത്തിൽ ആണെങ്കിൽ സ്കിന്ന് പൊതുവേ ഓയിലി ആയിരിക്കും. ഓയിലി സ്കിന്നുള്ളവർക്ക് കുറേ കൂടെ ഓയിലി ആകും. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിക്കണം. അപ്പോൾ ഇനി ക്ലെൻസർ എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാമേ.
അപ്പോൾ ക്ലെൻസർ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാമാണ് ശ്രദ്ധിക്കാനുള്ളത്? ഇന്ന് കടകളിൽ ഒരുപാട് ടൈപ്പ് ഓഫ് ക്ലെൻസേഴ്സ് കിട്ടാറുണ്ട്. എന്നും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്ലെൻസറിൻ്റെ ഓരോ കാര്യങ്ങളും മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ കുറച്ചുകൂടെ അവെയർ ആയിരിക്കണം നമ്മൾ എങ്ങനെ ഒരു ക്ലെൻസർ ചൂസ് ചെയ്യണമെന്നുള്ളത്. അതായത് മുഖക്കുരു വരുന്ന ഒരു കുട്ടിക്ക്, ആക്നെ പ്രോൺ സ്കിൻ ഉള്ള ഒരു കുട്ടിക്ക് സാലിസിലിക് ആസിഡും ബെൻസോയിൽ പെറോക്സൈഡും കൂടെ ചേർന്നുള്ള ഒരു ക്ലെൻസർ ആയിരിക്കും നല്ലത്. അതായത് സാലിസിലിക് ആസിഡ് എന്താണ് സ്കിന്നിൽ ചെയ്യുന്നത്? നമ്മുടെ സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യും. അപ്പോൾ ഓയിലി സ്കിന്നുള്ളവർക്ക് എക്സ്ഫോളിയേറ്റ് ചെയ്യുമ്പോൾ മുഖക്കുരു കുറച്ച് കുറയും. ബെൻസോയിൽ പെറോക്സൈഡ് എന്താണ് ചെയ്യുന്നത്? ഈ മുഖക്കുരുവിൻ്റെ അകത്ത് ബാക്ടീരിയകളുണ്ട്. ഈ ബാക്ടീരിയ കൊല്ലുന്നതാണ് ഈ ബെൻസോയിൽ പെറോക്സൈഡ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്ലെൻസർ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഈ ഓയിലി സ്കിന്നുള്ളവർക്ക് സോപ്പ് കണ്ടന്റ് കൂടുതലുള്ള, അതായത് പതയുന്ന ക്ലെൻസേഴ്സ് ഉണ്ട്. പതയുന്ന ക്ലെൻസേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര പതഞ്ഞ് സ്കിന്നിനെ ഡ്രൈ ആക്കി വലിക്കുന്ന ക്ലെൻസർ ചൂസ് ചെയ്യാതിരിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ അതും അപകടമാണ്. അപ്പോൾ ഒരുവിധം ജെൽ ക്ലെൻസേഴ്സ്, ഇന്ന് ജെൽ ക്ലെൻസേഴ്സിൽ പോലും ജെന്റിലായിട്ടുള്ള ജെൽ ക്ലെൻസേഴ്സ് കിട്ടും. അതായത് നമ്മുടെ ശരീരത്തിലെ നാച്ചുറൽ ഓയിൽസ് നിലനിർത്തിക്കൊണ്ട് തന്നെ ബാക്കിയുള്ള എല്ലാ അഴുക്കും പിന്നെ പൊടിയും മേക്കപ്പും എല്ലാം വലിച്ചെടുക്കുന്ന തരത്തിലുള്ള ക്ലെൻസേഴ്സ് ഉണ്ട്. അത് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ നാച്ചുറൽ ഓയിൽസ് നിലനിൽക്കുമ്പോൾ തന്നെ അപ്പോൾ നമ്മുടെ സ്കിന്നിന് ഒരുപാട് റിങ്കിൾസും അതൊന്നും വീഴാതെയും ഒരുപാട് വലിഞ്ഞ് വറണ്ട് പിടിക്കാതെയൊക്കെ ഇരിക്കും. അങ്ങനെയുള്ള ക്ലെൻസർ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഡ്രൈ സ്കിൻ ഉള്ളവർ എങ്ങനെയാണ് ഒരു ക്ലെൻസർ ചൂസ് ചെയ്യുന്നത്? ക്ലെൻസറിൽ സഡ്സ് ഫ്രീ അല്ലെങ്കിൽ സോപ്പ്ലെസ് ക്ലെൻസേഴ്സ് ഉണ്ട്. ആ സഡ്സ് ഫ്രീ അല്ലെങ്കിൽ സോപ്പ്ലെസ് ക്ലെൻസേഴ്സിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ട്രഡീഷണൽ ക്ലെൻസേഴ്സും ഉണ്ട്, ക്രീം ക്ലെൻസേഴ്സും ഉണ്ട്. ട്രഡീഷണൽ ക്ലെൻസേഴ്സ് എന്ന് പറയുന്ന ജെൽ ടൈപ്പ് ആണ്. അത് ഒന്നും നമ്മുടെ മുഖത്ത് വെക്കാതെ, ഒരഴുക്കും നമ്മുടെ മുഖത്ത് ബാക്കി വരുത്താതെ നല്ല ക്ലീൻ ആക്കുന്നതാണ് ട്രഡീഷണൽ ക്ലെൻസേഴ്സ്. എന്നാൽ ക്രീം ക്ലെൻസേഴ്സ് എന്ന് പറയുന്നത് അത് കട്ടിയായിരിക്കും, ക്രീമായിരിക്കും, കട്ടിയായിരിക്കും. അപ്പോൾ അത് കൂടുതലും ഡ്രൈ സ്കിന്നുള്ളവർക്കാണ് നല്ലത്. കാരണം എന്തെന്ന് പറഞ്ഞാൽ അവരുടെ പൊതുവേ സ്കിന്ന് ഡ്രൈ ആയിരിക്കും. അപ്പോൾ അവരുടെ ക്ലീൻ ചെയ്തിട്ട് ഒരു മോയ്സ്ചർ കണ്ടന്റ് നിലനിർത്തും അവരുടെ സ്കിന്നിൽ തന്നെ. അതായത് ഈ ട്രഡീഷണൽ ക്ലെൻസേഴ്സ് എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ഒരു അത്യാവശ്യത്തിന് എവിടെയെങ്കിലും പോകണം, വെള്ളമില്ല, നമുക്ക് മുഖം കഴുകണമെന്ന് പറഞ്ഞാൽ പോലും ഈ ട്രഡീഷണൽ ക്ലെൻസേഴ്സ് എന്ന് വെച്ച് നമുക്കൊരു കോട്ടണിലെടുത്ത് ഒന്ന് തുടച്ച് കളഞ്ഞാൽ മതി, നമ്മുടെ മുഖത്തിന് ഒരു കുഴപ്പവും വരില്ല. വെള്ളമില്ലെങ്കിൽ പോലും. അത് സെറാവെ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ക്ലെൻസേഴ്സ് ഒക്കെ അങ്ങനെയാണ്. ഇനി ക്രീമി ക്ലെൻസേഴ്സ് എന്ന് പറയുന്നത് അതിൽ ഗ്ലിസറിൻ, ഷിയ ബട്ടർ, പ്ലാന്റ് ഓയിൽസ് എല്ലാം അടങ്ങിയതാണ് ഈ ക്രീമി ക്ലെൻസേഴ്സ് എന്ന് പറയുന്നത്. ക്രീമി ക്ലെൻസേഴ്സ് പൊതുവേ ഡ്രൈ സ്കിന്നിനാണ് ഉള്ളതെന്ന് പറഞ്ഞല്ലോ, അത് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്തുകയും ചെയ്യും. കാരണം ഒരുപാട് ഡ്രൈ ആക്കി വറണ്ട് പിടിപ്പിക്കില്ല. നമ്മുടെ മുഖത്തുള്ള സ്കിന്നിന് അത് ഒരു മോയ്സ്ചർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ക്രീമി ക്ലെൻസേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോഴെല്ലാം ജെൽ ക്ലെൻസേഴ്സ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിൽ പോലും അവർ ജെന്റിലായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. കാരണം പണ്ടൊക്കെ ആണെങ്കിൽ ജെൽ ക്ലെൻസേഴ്സ് ഓയിലി സ്കിന്നിനുള്ളത് മാത്രമെന്ന് പറയും. ഇപ്പം അങ്ങനെയല്ല, ഒരുപാട് കാര്യങ്ങൾ മാറി മാറി വരുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ നല്ലൊരു ക്ലെൻസർ ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാ കാര്യങ്ങളും അതിൽ വായിച്ച് നോക്കിയിട്ട് വേണം അത് ചൂസ് ചെയ്യാനായിട്ട്. അല്ല കടയിൽ പോയി കടക്കാർ പറയണം മാത്രം കേട്ട് നമ്മൾ സാധനം വാങ്ങരുത്. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഓൺലൈൻ വഴി വാങ്ങുകയാണെങ്കിൽ പോലും നമ്മൾ ഗൂഗിളിൽ കയറി ഈ ക്ലെൻസറിൻ്റെ ഗുണങ്ങൾ എന്താണ്, ഇതിലെന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്, ഇത് എൻ്റെ സ്കിന്നിന് ചേരുമോ, എൻ്റെ സ്കിന്നിനെ കുറിച്ച് എനിക്ക് നല്ലൊരു ബോധ്യം വേണം, അപ്പോൾ എൻ്റെ സ്കിന്നിന് ചേരുമോ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് വേണം ഒരു ക്ലെൻസർ ചൂസ് ചെയ്യാനായിട്ട്. ഓയിൽസ് അടങ്ങിയിരിക്കുന്ന ക്ലെൻസേഴ്സ് എപ്പോഴും ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് നല്ലതാണ്. ഇനി മേക്കപ്പ് ഒക്കെ ഇടുന്ന ആൾക്കാർക്കാണെങ്കിൽ ഡബിൾ ക്ലെൻസിങ് ആണ് ചെയ്യാനുള്ളത്. ഡബിൾ ക്ലെൻസിങ് എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് ഓയിൽസ് കിട്ടും, അത് വെച്ച് ആദ്യം ഒന്ന് നല്ലോണം ക്ലീൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നല്ല ഒരു ക്ലെൻസറോ അല്ലെങ്കിൽ ഫേസ് വാഷോ വെച്ച് അവനവൻ്റെ സ്കിന്നിന് സ്യൂട്ട് ചെയ്യുന്ന രീതിയിലുള്ള ക്ലെൻസറോ ഫേസ് വാഷോ വെച്ച് ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇതിനോടൊപ്പം തന്നെ വേറൊരു ടൈപ്പ് ഓഫ് ക്ലെൻസർ ഉണ്ട്, മൈസലർ വാട്ടർ എന്ന് പറയും. ഈ മൈസലർ വാട്ടർ എന്ന് പറയുന്നത് വാട്ടർ ബേസ്ഡ് ആണ്. അത് എല്ലാ സ്കിൻ ടൈപ്പിനും ചേരും. മേക്കപ്പ് റിമൂവ് ചെയ്യാനും, കണ്ണിലായാലും ചുണ്ടിലായാലും ലിപ്സ്റ്റിക് കളയാനും, കണ്ണിലെ കൺമഷി കളയാനും എല്ലാത്തിനും യൂസ് ചെയ്യാം. മൈസലർ വാട്ടർ എന്ന് പറഞ്ഞാൽ ചെറിയ മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ഓഫ് മോളിക്യൂൾസ് വെച്ചാണ് ഉണ്ടായിരിക്കുന്നത്. അത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ സ്കിന്നിലോട്ട് അത് അട്രാക്ട് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ളിലുള്ള ഓയിൽസ് നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ പുറത്തിരിക്കുന്ന അഴുക്കും മേക്കപ്പും ഡേർട്ടും വേറെ എന്ത് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിലും അതെല്ലാം നല്ല ക്ലീൻ ആയിട്ട് ചെയ്യുന്നതാണ് മൈസലർ വാട്ടർ. അപ്പോൾ അങ്ങനെയുള്ളൊരു ക്ലെൻസറും ഉണ്ട്. പക്ഷെ അത് നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള ഇപ്പോൾ അത്യാവശ്യങ്ങൾക്ക് മേക്കപ്പ് ഒക്കെ ഇട്ട് പോകുന്ന സമയത്ത് വന്നിട്ട് തിരികെ വന്നിട്ട് മൈസലർ വാട്ടർ വെച്ച് ക്ലീൻ ചെയ്തിട്ട് ഒരു പ്രാവശ്യം ഫേസ് വാഷും കൂടെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. കാരണം അതിൽ വലിയ കെമിക്കൽസോ അങ്ങനെയൊന്നും കാണത്തില്ല. എങ്കിൽ പോലും നമ്മുടെ ഒരു സേഫ്റ്റി സൈഡ് എന്ന് പറയുന്നത് നമ്മൾ അത് വെച്ച് വൈപ്പ് ചെയ്ത് എല്ലാം വൈപ്പ് ഔട്ട് ചെയ്തത്. അത് എപ്പോഴും മൈസലർ വാട്ടർ എപ്പോഴും നമ്മൾ കോട്ടൺ പാഡിൽ എടുത്തിട്ട് വേണം ക്ലീൻ ചെയ്യുന്നത്. അല്ലാതെ അത് കയ്യിൽ ഒഴിച്ചു കഴുകാനോ അങ്ങനെയൊന്നും ഉള്ളതല്ല.
അത് കോട്ടൺ പാഡിൽ എടുത്തിട്ട് വൈപ്പ് ചെയ്താണ് ഇതെല്ലാം മാറ്റുന്നത്. അപ്പോൾ അങ്ങനെ അതിനെയും ക്ലെൻസർ എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാമാണ് ക്ലെൻസറിനെ കുറിച്ചുള്ളൊരു ചെറിയ ഒരു ഐഡിയ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ക്ലെൻസർ വാങ്ങാൻ വേണ്ടി കടയിൽ പോകുന്നു. അപ്പോൾ അമ്മമാർക്കാണെങ്കിൽ ക്ലെൻസർ എങ്ങനെ വാങ്ങിക്കണം, പോകുമ്പോൾ കടക്കാരൻ പറയും ഈ ഫേസ് വാഷ് കൊള്ളാം അല്ലെങ്കിൽ ഈ ക്ലെൻസർ കൊള്ളാം. അങ്ങനെ നിങ്ങൾ നോക്കി വാങ്ങരുത്. നിങ്ങൾ കുറച്ചൊന്ന് അതിനെക്കുറിച്ച് വായിക്കുക. അല്ലെങ്കിൽ വാങ്ങാൻ പോകുന്നതിന് മുമ്പേ തന്നെ നിങ്ങളുടെ മുഖത്തിൻ്റെ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് ക്ലെൻസർ ആണോ നിങ്ങൾക്ക് വേണമെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് വേണം. അത് കഴിഞ്ഞിട്ട് പോയി വാങ്ങുക. അപ്പോൾ അതൊക്കെയാണ് നല്ലത്. നമ്മുടെ പ്രായക്കാർക്ക് വേണ്ടിയത് മിക്കവർക്കും ഡ്രൈ സ്കിൻ ആയിരിക്കും. അപ്പോൾ ആ ഡ്രൈ സ്കിന്നിനെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള മോയ്സ്ചർ എല്ലാം നമ്മുടെ ബോഡിയിൽ വലിച്ചെടുക്കാതെ തന്നെ അങ്ങനെ ക്ലീൻ ചെയ്യുന്ന ഒരു ക്ലെൻസർ ആയിരിക്കും, അല്ലെങ്കിൽ ഫേസ് വാഷ് ആയിരിക്കും നമുക്ക് എപ്പോഴും നല്ലത്. ഒരുപാട് പറയുന്ന ക്ലെൻസർ നമ്മുടെ ഏജിലുകാർക്ക് നല്ലതല്ല എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇനി നിങ്ങളെല്ലാം വാങ്ങാൻ പോകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ അത് നന്നായിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ ഉറക്കം എണീക്കുമ്പോഴും രാത്രിയിലും നമ്മൾ മുഖം നന്നായിട്ട് ക്ലെൻസേഴ്സോ അല്ലെങ്കിൽ ഫേസ് വാഷോ വെച്ച് വാഷ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള എന്തെല്ലാം കാര്യമാണോ നമുക്ക് വേണ്ടിയത് അതെല്ലാം അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾ കിടന്നുറങ്ങാനായിട്ട്. പിന്നെ നല്ല ഒരു എന്തെങ്കിലും നല്ല സപ്ലിമെൻറ്റ്സ്, നമ്മുടെ ഏജുകാർക്കൊക്കെ ബോഡിക്ക് പല പ്രശ്നങ്ങളും കാണും. ഇല്ലാത്തവരുണ്ടെങ്കിൽ അത് വളരെ നല്ലത്. പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ ഒരു സപ്ലിമെൻറ്റ്സ്, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ബാലൻസ് ആണോ എന്ന് നോക്കണം. നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ കറക്റ്റ് സമയത്തിന് മരുന്നെടുക്കുന്നത്, വെള്ളം കുടിക്കുന്നത്, ഡോക്ടറെ കാണുന്നത്, നല്ല അന്തരീക്ഷത്തിൽ നിൽക്കുന്നത്, കുട്ടികളൊത്തൊക്കെ കളിക്കുന്നത് എല്ലാം നമ്മുടെ ഹെൽത്തിന് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കും, സന്തോഷം ഉണ്ടാക്കും, സമാധാനം ഉണ്ടാക്കും. അപ്പോൾ ഇതെല്ലാം എല്ലാവരും ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പം ഇങ്ങനെയുള്ളൊരു കുറച്ച് ചെറിയ ഒരു കാര്യമാണ് ക്ലെൻസർ എങ്ങനെ നിങ്ങൾ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഏത് ക്ലെൻസറും പോയി വാങ്ങാൻ നിൽക്കരുത്. വാങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ടുള്ളത് നോക്കി മാത്രമേ വാങ്ങാവൂ. അല്ലാതെ വാങ്ങിയാൽ നമ്മുടെ സ്കിന്നിന് ഒരു ഡൾനെസ് ഫീലിങ്ങേ കൊടുക്കുള്ളൂ. സെറമൈഡ്സ് അടങ്ങിയ ക്ലെൻസേഴ്സ് ഉണ്ട്, വൈറ്റമിൻ സി അടങ്ങിയ ക്ലെൻസേഴ്സ് ഉണ്ട്. അപ്പം നമ്മുടെ സ്കിൻ ബാരിയറിന് നമ്മുടെ ഒരു ഏജ് കഴിയുമ്പോൾ നമ്മുടെ കൊളാജൻ ഇലാസ്റ്റിനും എല്ലാം കുറഞ്ഞ് നഷ്ടപ്പെടുകയും ചെയ്യണം. അപ്പോൾ സെറമൈഡ്സ് അടങ്ങിയത് ഈ ഡൾനെസ് മാറാനായിട്ട് വൈറ്റമിൻ സി നല്ലതാണ്. അങ്ങനെയുള്ള ക്ലെൻസേഴ്സ് ഉണ്ട്. അപ്പോൾ ഏത് ക്ലെൻസർ ചൂസ് ചെയ്യാതെ നമ്മുടെ സ്കിൻ എങ്ങനെയാണോ ഇരിക്കുന്നത് അതനുസരിച്ചുള്ള ഒരു ക്ലെൻസർ ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ, ലവ് യു ഓൾ.